ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു AM ഫുഡ് കോർട്ട്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബാർബിക്യൂ റിബ്സ് ആണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഓയിസ്റ്റർ സോസ്, ബാർബിക്യൂ സോസ്, ഗാർലിക്, തൈം, പാപ്രിക്ക, ഒണിയൻ പൗഡർ, സീസണിങ് സാൾട്ട് ആൻഡ് സം ഓയിൽ. അതിനിവിടെ റിബ്സ് ഉണ്ട്, അത് ഞാനിപ്പം മാരിനേറ്റ് ചെയ്യുക. ആദ്യം കുറച്ച് ഓയിൽ ഒഴിക്കണം. പിന്നെ oyster sauce, ഒരു 2 ടേബിൾ സ്പൂൺ മതി. 2 ടേബിൾ സ്പൂൺ ഗാർലിക് ചോപ്പ്, തൈം, പാപ്രിക്ക, ഒണിയൻ പൗഡർ, സീസണിങ് സാൾട്ട്. ഇതിന് നല്ലവണ്ണം മിക്സ് ചെയ്യണം. അല്പം കൂടി എണ്ണ ഒഴിച്ച് വെക്കും, ഓയിൽ. ഇനി സീസണിങ്ങൊക്കെ നല്ലതായിട്ട് പിടിക്കാൻ വേണ്ടി നമുക്കൊരു അരമണിക്കൂർ ഇവിടെ വെക്കാം. അപ്പോൾ 30 മിനിറ്റായി. നമുക്കിനി ഇത് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഗ്രില്ല് ചെയ്യാം. അപ്പോൾ ഗ്രില്ല് ചൂടായിട്ടുണ്ട്. ഇത് ഗ്രില്ലിലോട്ടിട്ട് വേണം. ഇത് ബീഫിൻ്റെ റിബാണ്. ഇതിങ്ങനെ ചെരിച്ചിടണം. അപ്പോൾ ഡിസൈൻ ഇങ്ങനെ ഗ്രിൽ മാർക്ക് ഇങ്ങനെ ചെരിഞ്ഞ് വരും. അപ്പം ചെരിച്ചിടാവുള്ളൂ. ഇത് പോർക്കിൻ്റെ റിബും ഉണ്ട്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ബീഫിൻ്റെ റിബാണ്. ബീഫിൻ്റെ റിബാണ് കൂടുതൽ ടേസ്റ്റ്. ഇത് ഗ്രില്ല് ചെയ്തതിന് ശേഷം ബാർബിക്യൂ സോസ് തേക്കണം. നല്ല സീസണിങ് ആണ്, നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. ഈ ഗ്രില്ലിനെ കുറച്ച് നേരം അടച്ചു വെക്കാം. അപ്പം എല്ലാം ഒരുപോലെ കുക്ക് ചെയ്ത് വരും. അപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഞാനത് മാറ്റിടുക. ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റിന് വേണ്ടി ഞാൻ ഇച്ചിരി ബിയർ ഒഴിക്കുവാണ്. അതിങ്ങനെ ഷേക്ക് ചെയ്യണം. ബിയർ നന്നായി ഷേക്ക് ചെയ്ത് ഇനി ബാർബിക്യൂ ആഡ് ചെയ്യാം.
അപ്പോൾ ബാർബിക്യൂ സോസ് ഇവിടെ നന്നായിട്ട് പരട്ടി. ഇനിയിപ്പം മറിച്ചിട്ട് അങ്ങ് സൈഡ് ബാർബിക്യൂ സോസ് ചേർക്കണം. അപ്പം ബാർബിക്യൂ സോസ് ഇവിടെയും തേക്കാം ഈ സൈഡിൽ. അപ്പോൾ ബാർബിക്യൂ സോസ് 2 സൈഡിൽ നന്നായിട്ട് ഞാൻ തേച്ചു. ഇനി ഞാൻ 1 മിനിറ്റ് നേരത്തേക്ക് ഇത് അടച്ചു വെക്കണം. അപ്പോൾ റിബ്സ് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പം ഈ പ്ലേറ്റായിട്ട് എടുക്കുക. അപ്പോൾ ബാർബിക്യൂ റിബ്സ് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.